വരുന്നു മനുഷ്യ. സമ്മതിക്കുകയില്ല. ഞാൻ ഇപ്പൊ വരുന്നു. എടി നമ്മൾ എന്തിനാണ് ഈ പോകുന്നേ? മോളുടെ കല്യാണം വിളിക്കാൻ. അത് നിനക്കറിയാലോ. പിന്നെ എന്ത് കാണാനാണ് ഈ കിടന്നുകൊണ്ട് ഈ ഒരുങ്ങുന്നത്? നിന്റെ കല്യാണം നടത്താൻ പോവാണോ? അല്ലല്ലോ. നമ്മുടെ ബന്ധുക്കാരുടെ അടുത്തൊക്കെ പോകുന്നല്ലേ, ഇച്ചിരി മെനയായിട്ട് തന്നെ പോണം എനിക്ക്. ഞങ്ങൾ വന്നത് തന്നെയാണെന്ന് വെച്ചാൽ മോടെ കല്യാണമാണ്. ഏപ്രിൽ 27 ഈസ്റ്റർ കഴിഞ്ഞുള്ള ഞായറാഴ്ച നമ്മുടെ ഇടവപ്പള്ളി വെച്ച്. ഇവിടെ ഉള്ള പിള്ളേരോടും പറയണം, എല്ലാരെയും പ്രതിനിധീകരിച്ച് ഒരാൾ വരണം കല്യാണത്തിന് കേട്ടോ. അറിയാലോ, അവളങ്ങ് ഓസ്ട്രേലിയയിലാണ്. അവളാ മുഹൂർത്ത സമയമാകുമ്പോഴേക്കും വരുള്ളൂ. എന്നെ ഓടി നടന്ന് ഇതെല്ലാം ചെയ്യണം. അപ്പം ഞങ്ങൾ അങ്ങ് ഇറങ്ങുക. അപ്പം നല്ലൊരു അപ്പച്ചനും അമ്മച്ചിയും അല്ലേ? സാധാരണ കല്യാണം വിളിക്കാൻ പോകുമ്പോഴേ ഒരു ജാതി ഈ കൊസറാക്കുള്ളി ചോദ്യമൊക്കെ ഉള്ളതാണ്. ഞാൻ ഒന്നും ചോദിച്ചില്ല. ആരാടിയത്? ആരാണോ? അവരുടെ മാമോസ എന്നാണെന്നാ പറഞ്ഞേ? ജൂൺ 7 പറയുന്ന കേട്ടത്. ചെറുക്കൻ ഏത് പള്ളിയാ? പുതുപ്പള്ളി. ഓ, ഓർത്തഡോക്സ് അല്ലേ? ഓ, അതിനിപ്പോൾ എന്നാന്നേ, പിള്ളേർ ഓസ്ട്രേലിയയിൽ കിടക്കുന്നു. അവർ ഹാപ്പിയായിട്ട് ജീവിക്കണം, നമുക്ക് അത്രേ ഉള്ളൂ. എൻ്റെ മോടെ കല്യാണം വന്നപ്പം എന്തൊരു ബഹളമായിരുന്നു. അതൊക്കെ ഒരേ സഹോദരങ്ങൾ തന്നെയല്ലേ? കല്യാണം എന്നാ? ഏപ്രിൽ 27. അയ്യോ, അന്ന് പറ്റുകയല്ലോ കേട്ടോ. ഇവിടുത്തെ മോടെ നാത്തൂൻ്റെ കല്യാണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചേച്ചി? തലേദിവസം എങ്കിലും വന്നിട്ട് പോയാൽ മതി. അയ്യോ, തലേദിവസം വരാൻ പറ്റുമല്ലോ. ഞങ്ങൾ തലേദിവസം അങ്ങ് പോവുമല്ലേ. ഇല്ല, തലേദിവസം വന്നിട്ട് പോയാൽ മതി, അതത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചി മറക്കണ്ട, തലേന്ന് കേട്ടോ. നിനക്കിത് എന്തിൻ്റെ കേടാ? അവർ വരുന്നില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്നാത്തിന് ഈ കിടന്നുകൊണ്ട് നിർബന്ധിക്കുന്നു? അവരുടെ മോളുടെ കല്യാണത്തിന് ഞാനൊരു മോതിര കൊണ്ട് ഇട്ടത്. അപ്പൊ എന്റെ മോളുടെ കല്യാണത്തിന് ഇങ്ങോട്ട് വരണം. ഓ, അത് ശരി. എന്നാ നേരത്തെ പറയണ്ടായിരുന്നോ? ഞാനും കൂടെ നിർബന്ധിക്കലായിരുന്നു അവരെ. വരണേ. അമ്മച്ചിയെ മോളുടെ കല്യാണമാണ്, മറന്നേക്കരുത്. എല്ലാരും വരണേക്കണം കേട്ടോ. പപ്പ ഇവിടെ ഇല്ല. പെങ്കൊച്ച് ഒരു കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പേ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേണം എല്ലാത്തിനും ഓടി നടക്കാനും ഒക്കെ. അതാ. പപ്പ ഇവിടെ ഇല്ല. അമ്മച്ചിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുറവാണ്ട്. ഞങ്ങളങ്ങ് ഇറങ്ങുക. ഒരു 6-7 വീടും കൂടെ കയറാനുണ്ടേ. പപ്പ ഇവിടെ ഇല്ല. ഓ, എന്നാ ശരി. എന്നാ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ പപ്പ ഇല്ല, പപ്പ വന്നിട്ട് വിളിച്ചിട്ട് പപ്പായെ കൂടെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ കല്യാണത്തിന് പോകത്തില്ല. ഞാൻ കല്യാണത്തിന് പോകും. അപ്പനെ പോലെ തന്നെ. എൻ്റെ കുറച്ച് ഓയിലി സ്കിൻ ആണേ. അത് വഴിയിട്ട് എനിക്ക് മുഖത്ത് കുരുക്കൾ വരിക, പോർട്സ് വരിക, ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുക. അതേ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ എൻ്റെ ഫേസിലുണ്ടായിരുന്നു. അതുവഴി അപ്പം ഞാൻ സൺസ്ക്രീൻ ആഡ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഭയങ്കര ഓയിലി ആയിട്ട് തന്നെ ഫേസ് വരിക. അതുവഴി ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ സൺസ്ക്രീൻ ഇടലങ്ങ് നിർത്തി. അല്ല, അപ്പോൾ സൺസ്ക്രീൻ ഇടാതെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? സൺബാൻ അടിക്കത്തില്ലേ? ഫേസ് ഭയങ്കരമായിട്ട് കരിവാളിക്കത്തില്ലേ? അപ്പൊ പിന്നെ സൺസ്ക്രീൻ വേണം. ആ സൺസ്ക്രീൻ ഇട്ടാൽ മുഖം ഭയങ്കര ഓയിലി ആയിട്ട് തോന്നുകയും ചെയ്യരുത്. അപ്പൊ ഞാൻ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യും? അങ്ങനെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഡോക്ടർ ഷെത്തിന്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ സൺസ്ക്രീനും ഡോക്ടർ ഷെത്തിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീനും. പാക്ഡ് വിത്ത് പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ്. SPF 15 A++++ ഉള്ളതിനാൽ നമ്മുടെ ചർമ്മത്തെ ഇരുണ്ട നിറങ്ങളിൽ നിന്നും കഠിനമായ UV രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നു. സൺസ്ക്രീൻ വളരെ ലൈറ്റ് വെയ്റ്റും ക്വിക്ക് അബ്സോർഷനും നോൺ സ്റ്റിക്കിയും അതുപോലെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തതുമാണ്. സെറമൈഡ് നമ്മുടെ സ്വാഭാവിക ഈർപ്പം നഷ്ടപ്പെടാതെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വിറ്റമിൻ സി കറുത്ത പാടുകൾ കുറയ്ക്കുന്നു. കേസർ ആൻഡ് കോജിക് ആസിഡ് സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ സ്കിന്നിനൊരു ഗ്ലോയിങ് നൽകുന്നു. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളിലും അവൈലബിൾ ആണ്. ഇനി ഡോക്ടർ ഷെത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പൊന്നു 2025 എന്ന കൂപ്പൺ കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് 20% ഓഫറും കിട്ടും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ്.
മോളെ ഡേറ്റ് മറക്കണ്ട കേട്ടോ. അവൾ ഏതാണ്ടൊക്കെ അവിടുന്ന് പ്ലാൻ ചെയ്തിട്ടാ വരുന്നത്. എന്താ ബ്രൈഡ് ടു ബിയോ, പിന്നെ ഏതാണ്ട് കുറെ മഞ്ഞ ഡ്രസ് ഇട്ട് കുറെ തുള്ളുന്നു. അയ്യോ ഒന്നും പറയണ്ട അവളുടെ കാര്യം. ഇത് കല്യാണമുള്ളല്ലോ, എൻഗേജ്മെന്റ് ഇല്ലല്ലോ. ഓ എന്നാ എൻഗേജ്മെന്റ്? അത് ചെറിയൊരു പരിപാടിയാണെന്നേ, ഹോട്ടലിൽ വെച്ച്. അത് എന്നാടി? ഏപ്രിൽ 21. ആ അങ്ങനെ ഏതാണ്ട് ഡേറ്റാ. ചെറിയ പരിപാടി, അധികം ആൾക്കാരൊന്നും ഇല്ല. പിള്ളേരുടെ ഏതാണ്ട് കുറച്ച് കൂട്ടുകാരൊക്കെ ഉള്ളൂ. വിരുന്ന് കൂട്ടിയ സാറിന് കല്യാണം വിളിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഇപ്പം എന്നാ ചെയ്യാനായിട്ടോ? എന്നാ ശരി, ഇറങ്ങുവാണേ, കാണാം കേട്ടോ. മോളെ ഡാൻസിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. ആ ഏപ്രിൽ 27 കൊള്ളാലോ, നല്ല ദിവസമാണല്ലോ. അവള് വരുമ്പോഴേ നമുക്ക് നല്ലൊരു ഫേഷ്യൽ കഴിക്കാം. പിന്നെ അവളുമായിട്ട് ഇരുന്ന് നമ്മൾ നല്ല HD മേക്കപ്പ് വേണോ ന്യൂഡ് മേക്കപ്പ് വേണോ എന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഞാൻ തന്നെ വേണ്ട സാരി ഉടുപ്പിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണത്തിന് ഞാൻ സാരി ഉടുപ്പിച്ച് അങ്ങ് മടുത്ത്. അത് പിന്നെ അവളെ ഓസ്ട്രേലിയയിൽ നിന്ന് ഏതോ ഒരു അതിഥി മേക്ക് ഓവറോ അങ്ങനെ ആരാണ്ടേയും എറണാകുളത്തുള്ള കൂട്ടരാ അവരെ അങ്ങ് ബുക്ക് ചെയ്ത്. ഇനിയിപ്പോ അവർക്കുള്ള അക്കോമഡേഷൻ വരെ നമ്മളെടുത്ത് കൊടുക്കണം. അങ്ങനെയാ. അയ്യോ ഏപ്രിൽ 27 അതെനിക്ക് 2 വർക്കുണ്ട്. പക്ഷെ ഞാനാണെങ്കിൽ അങ്ങ് മറന്നു. പെണ്ണിറങ്ങുന്നതിന് മുന്നേ ഞാൻ വന്നൊന്ന് അനുഗ്രഹിച്ചിട്ട് പോന്നേക്കാം കേട്ടോ. എന്നാ പിന്നെ അതാ നല്ലത് അല്ലേ? അങ്ങനെ ചെയ്യാം. ആ കുഴിപ്പറമ്പിൽ ആ ചെറുക്കൻ വരുന്നുണ്ട്. അവന്റെ 2 പെങ്ങന്മാരുടെ കല്യാണം വന്നപ്പോൾ നമ്മളെ വിളിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ പെങ്കൊച്ചിന്റെ കല്യാണം അവനെയും വിളിക്കണ്ട കേട്ടോ. ആ ചേട്ടാ കല്യാണം വിളിക്കാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? അതെ അതെ, കല്യാണം വിളിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. ചേച്ചി എല്ലായിടത്തും കല്യാണം വിളി കഴിഞ്ഞായിരുന്നോ? ആ ഏറെക്കുറെ. വിളിച്ചില്ലേലും പോണം, അതാ അതിന്റെ ഒരു മര്യാദ. വിളഞ്ഞ വിത്തോട്ടോ. ഇവിടുത്തെ മക്കളെ എല്ലാം വെച്ചാൽ വാട്സപ്പിൽ വിളിച്ച് സംസാരിച്ചായിരുന്നു. അമ്മച്ചിക്ക് വരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വണ്ടി വിടാം. ഓ ഇല്ലടാ മോനെ, എനിക്ക് മേല. ഈ ചെറുക്കൻ്റെ ഫോട്ടോ ഉണ്ടോ? പെങ്കൊച്ചിനെ കണ്ടിട്ട് കുറച്ച് നാൾ ഉണ്ടല്ലോ. അതെ മോനെ യോസൂട്ടി, ഓ ഈ ആലോചന എങ്ങനെ വന്നാന്നാ പറഞ്ഞേ? മാട്രിമോണിയിലോ, ഓസ്ട്രേലിയയിലുള്ള മാട്രിമോണി വഴി വന്നതാ. ഇവരുടെ നിപ്പ് കണ്ടാ അറിയാം, ഇവരുടെ ഇടയിൽ കൂടെ ഒരു കാറ്റ് പോലും കീറത്തില്ല. ലിവിങ് ടുഗദറാ അല്ലയോടാ? ഹാ, ഇനിയിപ്പോൾ ഈ കല്യാണം തന്നെ നടക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അല്ലേ പെങ്കൊച്ചിനാ കേട്. പോവാന്നാ. എടീ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊരുമാതിരി വടി കൊടുത്ത് അടി മേടിക്കുന്ന പരിപാടിയാണ്. ഞാനേ ഒരു ഐഡിയ പറയാം. എന്നായാലും ഈ ചെല്ലുന്നിടത്ത് ഈ കുറ്റവും പറച്ചിലും എല്ലാം നമ്മൾ കേൾക്കണം. നമുക്ക് കല്യാണമൊക്കെ ഒരു വാട്സപ്പിൽ അയച്ചു, വരുന്നവർ വരട്ടുന്നേ. ജോസിൻ്റെ മകളുടെ കല്യാണം വാട്സപ്പിൽ വിളിച്ചിരിക്കുന്നു. നേരിട്ട് വന്നായിരുന്നെങ്കിൽ ഒന്ന് ചൊറിഞ്ഞു വിടായിരുന്നു. കുഴപ്പമില്ല, കല്യാണത്തിന് പിടിക്കാം. മനസ്സ കട്ട് ചെയ്യരുത് കേട്ടോ. അല്ല പിന്നെ ആ ചേട്ടാ കല്യാണം വിളിക്കാൻ ഇറങ്ങിയായിരിക്കും. ഓ സോറി. അത് മാത്രം പറയാം. ഈ ഒരു പരിപാടിയാ ഈ ഹോട്ടലിൽ വെച്ച്. ഒരു മിനിറ്റ്. മോളെ ജാനുവരി. അയ്യോ ഞാൻ പോകും. ഞാൻ പോകുന്നു.
ഞാൻ പോകുന്നു. ഒന്നുകൂടെ പറഞ്ഞിക്ക് അത് മനു പറഞ്ഞതില്ല ഞാൻ മനസ്സിലാക്കിയില്ല അത് പൊന്നു പിടി കിട്ടി ആരാണോ വാ subscribe my channel.